തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 25 ലക്ഷത്തോളം പേരാണ് SIRൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായത്. രേഖകൾ ഹാജരാക്കേണ്ടവരുടെ എണ്ണവും കുത്തനെ കൂടിയിട്ടുണ്ട്. പലർക്കും ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട്. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. മുന്നിലുള്ള പ്രതിസന്ധികളെല്ലാം പരിഹരിക്കുകയും വേണം. റോഷ്നി, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് SIR പരിഷ്കരണം കൊണ്ടുവന്നടക്കമുള്ള വിവാദങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ BLOമാർക്ക് അടക്കമുള്ള ജോലി ഭാരങ്ങൾ, അവർക്കുണ്ടായ ജോലി സമ്മർദ്ദം അടക്കം മറ്റൊരു വിവാദമായി മാറിയിരുന്നു. ഇപ്പോഴിതാ ഇതിൻ്റെ പേര് ചേർക്കൽ, പേരിൽ നിന്ന് ഒഴിവാക്കൽ അടക്കമുള്ള തിരുത്തലുകൾ വരുത്താനുള്ള ഏറ്റവും അവസാനത്തെ തീയതിയായി ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇതിൻ്റെ തീയതി അവസാനിച്ച് 22-ാം തീയതി വരെയായിരുന്നു, ഈ മാസം 22-ാം തീയതി വരെയായിരുന്നു ഇതിൻ്റെ തീയതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കേരളമടക്കം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ ദിവസത്തേക്ക് കൂടി ഇതിലേക്ക് പുതിയതായി കൂടി പേര് ചേർക്കാനും ഒപ്പം തന്നെ തിരുത്താനും അടക്കമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന ദിവസം ഇന്നത്തേക്ക് കൂടി മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ BLOമാരെ കൂടാതെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കൂടി അറിയിക്കുന്ന രീതിയിലേക്ക് അത് പബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. 37 ലക്ഷത്തോളം പേരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. പക്ഷേ ഈ രേഖകൾ ഹാജരാക്കേണ്ടത് സംബന്ധിച്ചുള്ള ചില മാനദണ്ഡങ്ങളും ഒപ്പം തന്നെ ഹിയറിംഗ് അടക്കമുള്ള നടപടിക്രമങ്ങൾ താമസിക്കുന്നതടക്കമുള്ള വലിയ വിമർശനങ്ങളുണ്ട്. ഫെബ്രുവരി 14-ാം തീയതി വരെയാണ് ഹിയറിംഗ് അടക്കമുള്ള, അതായത് ഈ പുതിയതായി പേര് ചേർക്കാനുള്ള അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരെ സമീപിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ നീട്ടിയിട്ടുള്ളതെങ്കിൽ കൂടി അത്തരം മാനദണ്ഡങ്ങളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അത് ഈ SIR അടക്കമുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. 2002-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്കും ആ വോട്ടർ പട്ടികയിലെ പേര് തിരുത്താനുള്ളവർക്കും ഒക്കെ തന്നെ ഈ പ്രശ്നങ്ങളുള്ളവരാണ്. അതുപോലുള്ള പ്രശ്നങ്ങൾ മാറ്റി പുതിയത് ഈ മാസം, അതായത് ഫെബ്രുവരി മാസം 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുകയാണ്. ഇത്രയും ചെറിയ ദിവസത്തിനുള്ളിൽ ഇത്രയും അധികം ആളുകൾക്കുള്ള പ്രശ്നപരിഹാരം ഉണ്ട്. നിലവിൽ 11 ലക്ഷത്തോളം പേരാണ്, അതായത് ഇന്നത്തെ തീയതിക്ക് മുൻപേ തന്നെ തീവ്ര വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 20-ഓളം പേര് ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഇതിൽ പരാതിയുമായി എത്തിയിട്ടുള്ളത് 11 ലക്ഷത്തോളം പേരാണ്. ആ 11 ലക്ഷത്തോളം പേര് ചേർക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളവരാണ്. അവരടക്കമുള്ള ആളുകളെ എങ്ങനെ പരിഗണിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ പ്രഖ്യാപനം, ഇതിൻ്റെ കരട് രേഖ നേരത്തെ തന്നെ വന്നിരുന്നു, കരട് പ്രസിദ്ധീകരണം നേരത്തെ തന്നെ വന്നിരുന്നു. അങ്ങനെ കരട് പ്രസിദ്ധീകരിച്ച ശേഷം അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അറിയാം ആരൊക്കെ ഒഴിവാകും, ആരൊക്കെ വരും. എന്നാൽ കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മാസം മാത്രം നിൽക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക സംബന്ധിച്ച ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. റോഷ്നി, മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.